ഓക്കെ. ഓക്കെ. പിന്നെ നമ്മളിപ്പം ഇതുവരെ ഇപ്പൊ കുറച്ച് ഒരാഴ്ചത്തോളായല്ലോ നമ്മളിപ്പം ഈ നമ്മളെ ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏകദേശം ടൂൾസ് മീൻസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ നമ്മുടെ എക്സസൈസ് അതേപോലെ അതൊക്കെ നമ്മളിപ്പം സോറി 2 ഡേയ്സിന്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എല്ലാവരും കറക്റ്റ് എഴുതാറുണ്ടോ ഡെയിലി? ഇതുണ്ട്. ഓക്കെ. എല്ലാരും ഒന്ന് വീഡിയോ മോഡിൽ വന്നാൽ നമുക്കൊന്ന് ഒന്ന് 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 ഇന്ററാക്റ്റീവ് ആവായിരുന്നു കേട്ടോ. ഇതിപ്പോ ആരെ എന്ത് മൂഡിലാണ് എങ്ങനെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ. ഖദീജ മാം വരുന്നുണ്ട്. ഖദീജ മാം അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഓക്കെ ഓക്കെ. നജ ജോയിൻ ചെയ്തിട്ടുണ്ട്. നജ അസ്സലാമു അലൈക്കും. എല്ലാരും ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. എനിക്ക് ഫീവർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം നോ പ്രോബ്ലം. നാജിയൊക്കെ ഫീവറാന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ മോഡിൽ വരാൻ പറ്റാത്തത്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ഷറാക്കായിരുന്നു. ഏതായാലും എല്ലാവരും നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അന്ന് നമ്മൾ ഇവിടെ ഇരുന്നിരുന്ന ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളിലായിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയതും, അതേപോലെ ഈ കാര്യം ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതേപോലെ നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്ലൈഡ് കാണിച്ചു തരാം. വിസിബിൾ ആണോ? ആണ്. ഓക്കെ. ഇത് ശരിക്കും 16 തരത്തിലുള്ള, നമ്മൾക്കിപ്പം എല്ലാ മനുഷ്യന്മാരുടെ പേഴ്സണാലിറ്റിയിലും ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. നമ്മളിപ്പം 800 കോടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ആരും മറ്റൊരാളെ പോലെ ഇല്ല എന്നുള്ള സംഭവമാണ് നമ്മളിപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഇന്നലെ ഒരു കാര്യം സംസാരിച്ച സമയത്ത് നമ്മൾ മനസ്സിലായി ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും താല്പര്യങ്ങളും കഴിവുകളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിലാണ്. അതേപോലെ തന്നെയാണ് പേഴ്സണാലിറ്റി ലെവലിൽ നോക്കുന്ന സമയത്തും. പക്ഷെ എന്താ സംഭവം അറിയോ, ആ പേഴ്സണാലിറ്റിയും കഴിവുകളും കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് ഒരാള് ശരിക്കും യുണീക്ക് ആവുന്നത്. മറ്റേത് നമ്മൾ ഒരു വേല് മാത്രമുള്ള യുണീക്നെസ് ആണ് ഇന്റലിജൻസ് ടൈപ്പിൽ നമ്മൾ നോക്കിയത്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞ ഇന്റലിജൻസ് കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കവർ ചെയ്തിട്ടുള്ള ചില കഴിവുകൾ കാര്യങ്ങൾ, അത് അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത വേറെ എന്തെങ്കിലും കഴിവുകൾ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ന കാര്യം, ഈ ഒരു കഴിവ് അതിൽ ആ ഇന്റലിജൻസിലെ തിയറിയിൽ വന്നിട്ടില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എന്താ ആരും ഒന്നും പറയാത്തതെന്ന്? ആരും തോന്നാത്തോണ്ട് പറയാത്താണോ? യെസ്സോ നോ പറഞ്ഞാല് എന്താ മൊത്തത്തിൽ റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ ആരും. ആയിക്കോട്ടെ. ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാള് പറഞ്ഞു. ഹലോ, എന്താ ആ പറഞ്ഞേ? കേട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചത്, നമ്മൾ ഇന്നലെ മിനിയാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കഴിവുകളെ പറ്റി സംസാരിച്ചില്ല നമ്മള്. ആ ആ ആ കഴിവുകൾ അല്ലാത്ത, നമ്മൾ ആ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ട് അല്ലെങ്കിൽ താല്പര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചതാ.
ആ ആ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും കാര്യം അതിൽ ഇൻക്ലൂഡ് ആവാതെ പോയ കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ. ആലോചിച്ച് നോക്കട്ടെ. എന്തോന്ന് അന്ന് പാക്ക് ചെയ്തിട്ടുണ്ടേനു. പക്ഷെ എന്തോന്ന് എന്തോന്ന് തോന്നിയിട്ടുണ്ടേനു അന്ന്. അതിന് ശേഷം അത് ആ അത് ഇതിലാ പെടാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടേനു. പക്ഷെ അത് മറന്നുപോയി പോയി. ഏതേലും നോട്ട് ആയിക്കോട്ടെ ചെയ്ത് വെക്കാൻ നിങ്ങളെ മറന്നുപോയി. ഓർമ്മ വരുന്ന സമയത്തെ ജസ്റ്റ് ഒന്ന് ആ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താലും മതി. ആ ആ ഓക്കെ. ഓക്കെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഇങ്ങനെ 16 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ് ബ്രോഡർ വേല് നോക്കുന്ന സമയത്തുള്ളത്. അപ്പൊ അതിൽ ഏതാണ് നമ്മളിതെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചില ആളുകളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടെ അത് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടും ചെയ്തവർക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താനും വേണ്ടിയിട്ട് നമ്മൾ ആ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യാൻ പോവാണ് കേട്ടോ. നജയും വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും കൂടെ ഒന്ന് വന്നാൽ നമുക്കൊരു കളറായിരുന്നു. റുമൈസ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഞാനിപ്പോ വരാട്ടോ. ആ ചാർജ് ഓക്കെ, ഇല്ല. ആയിക്കോട്ടെ. ഓക്കെ ഞാനിപ്പോ വരാന്ന് പറയും. ഓക്കെ. ഷിഫ, നിങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുകയാണ് അല്ലേ? ഷിഫാനെയും ഷിഫാനെയും സിസ്റ്റേഴ്സ് ഒരുമിച്ചാണ് ഒരു വീഡിയോയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഏതായാലും ഞാൻ ഈ സ്ലൈഡ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയാണ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 16 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇത് എന്താണെന്നും മീൻസ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് അറിയൂല, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയൂല. അപ്പൊ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് വരുന്ന സംഭവമാണ്. കാരണം നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ കാണാം എത്ര മില്യൺസ് ഓഫ് ആളുകൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണല്ലോ. അപ്പൊ നമ്മള് മുന്നേ പറഞ്ഞിട്ടുള്ള നമ്മൾ ഇന്റലിജൻസിനെ പറ്റിയും അതേപോലെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട്, അപ്പൊ ഫുള്ളി ക്ലിയർ ആയിട്ടുണ്ടാവില്ല മൈൻഡ്, ഇപ്പോഴും ഇങ്ങനെ നമ്മൾ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. കാരണം നമ്മളൊരു 21 ദിവസമെങ്കിലും മിനിമം നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും ഫോർഗീവ്നെസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റിലേക്ക് വരും. നമ്മുടെ മൈൻഡ് ടോട്ടലി മാറും. ആദ്യത്തെ പോലെ ആയിരിക്കില്ല. ഓരോ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ ബുദ്ധിമുട്ടിലേക്കും അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയിലേക്കും മാത്രം ഫോക്കസ് മൈൻഡ് കൊടുക്കുന്നതിന് പകരം മൈൻഡ് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചിട്ട് അവിടെയുള്ള നല്ലതിലേക്കും ഓപ്പർച്യൂണിറ്റിയിലേക്കും ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ വരികയായിരുന്നു ഈ സിറ്റുവേഷനിൽ എനിക്ക് എന്തോ ഒന്ന് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പാഠം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് കിട്ടാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യുക. വി ആർ വാട്ട് വി തിങ്ക് ഓൾ ഡേ ലോങ് എന്നാണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്തിനെ പറ്റിയാണ് നമ്മൾ എല്ലാ സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളായിട്ട് മാറും. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ അതിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എനർജി വൈസ് അട്രാക്ട് ചെയ്ത് വരും. അല്ല, അത് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വരുന്നുണ്ടാവും. കുറച്ചുകൂടെ ആദ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ട് എന്നുള്ളൊരു നോട്ടീസിങ് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചുകൾ കാണാൻ പറ്റും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത്, ഏതൊക്കെ ലെവലിൽ എഴുതാൻ പറ്റും എന്നുള്ളത്. അത് ഞാൻ ഒന്നുകൂടെ ഇന്ന് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് വെച്ചിട്ട് ഒരു ദിവസത്തെ മാത്രമായിട്ട് എഴുതണ്ട. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ എടുത്തിട്ട്, ഇപ്പൊ ഓരോ ദിവസവും ഫുഡ് കഴിക്കാൻ പറ്റി അങ്ങനെയുള്ള എഴുതുന്നതിന് പകരം നമ്മുടെ സ്കിൽസിനെ പറ്റി എഴുതാം, പേഴ്സണാലിറ്റിനെ പറ്റി എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ പറ്റി എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങൾ എഴുതാം. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, നമ്മളെ തസ്മീം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ടോപ്പിക് ആ ഹെഡിങ്സ് വേണമെങ്കിൽ ഞാനൊന്ന് എഴുതാം. ആ ഹെഡിങ്സിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ക്ലാസ് കഴിയുന്ന സമയത്ത് എന്നോട് മറന്നു പോയാൽ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ നമ്മൾ ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കല്ലേ? എല്ലാവരും റെഡിയാണോ? ഫോണും കാര്യങ്ങളൊക്കെ റെഡിയാണോ? ഒരു എക്സ്ട്രാ ഫോണ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ? ഓക്കെ.
ലാമി കയ്യിലുണ്ട് അല്ലേ? ഖദീജ മാം, റിഫ, നാജിയ ഞങ്ങളൊക്കെ റെഡി അല്ലേ? ലാമിയും വീഡിയോ മോഡൽ വന്നിട്ടുണ്ട്. താങ്ക് യു. നാജിയ റെഡിയാണ്. ഓക്കെ. റിഫ, നിങ്ങളെ കയ്യിൽ വേറൊരു ഫോണോ ലാപ്പോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ എടുത്ത് വെക്കോ? ഓക്കെ ആണോ? നജിയും ഷിഫാനയും റിഷാനൊക്കെ ഓൾറെഡി ചെയ്തതാണ്. ഈ റിസൾട്ട് അയച്ചു തന്നിരുന്നു. അല്ല റിഫ നിങ്ങൾ മറ്റേതിൽ നിന്ന് ലോഗിൻ ചെയ്യണമെന്നില്ല. റിഫ 2 ലോഗിൻ കാണുന്നുണ്ടല്ലോ. അത് കുഴപ്പമില്ല, ലോഗിൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചതേ മറ്റേ ഒന്നിൽ നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ല അത് കുഴപ്പമില്ല. നിങ്ങൾ റിഫയും വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ മറ്റേ ഫോണിൽ ജസ്റ്റ് ആ ലിങ്ക് ഓപ്പൺ ആക്കി വെച്ചാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്ന അനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പൊ ഞാനത് ആ സ്ലൈഡ് ഓപ്പൺ ആക്കുകയാണ് നമ്മളെ ടെസ്റ്റിന്റെ. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യു റെഗുലർലി മേക്ക് ന്യൂ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് പുതിയ പുതിയ ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്ന ഒരാളാണ്. ദാറ്റ് മീൻസ് അങ്ങോട്ട് പോയി പരിചയപ്പെട്ട് പുതിയ ഫ്രണ്ട്സിന് ഉണ്ടാക്കല്ലോ. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ്, ഒരു ശീലമുള്ള ആളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പക്ഷെ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, ചില സമയത്ത് അങ്ങനെ ഓവറായിട്ട് ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ പോവാറില്ല. അങ്ങനെ ആണെങ്കിൽ നടുവിലുള്ള ഇതിൽ കൊടുക്കാം. സ്ഥിരമായിട്ട് ദിവസവും ആരെങ്കിലും ഒക്കെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും എന്താ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ എഗ്രി കൊടുക്കാം. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഇപ്പൊ നമ്മള് ഫ്ലോയിലല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോംപ്ലക്സ് ആൻഡ് നോവൽ ഐഡിയാസ് എക്സൈറ്റ് യു മോർ ദാൻ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ്. എല്ലാരെയും ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫുള്ള് കാണില്ല. ഓക്കെ. കോംപ്ലക്സ് ആൻഡ് നോവൽ ഐഡിയാസ് എക്സൈറ്റ് യു മോർ ദാൻ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് വൺസ്. എന്ന് പറയുന്നത് വെച്ചാല് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അല്ല സിമ്പിളും അതേപോലെ നേര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഐഡിയാസിനെക്കാട്ടും കൂടുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ്. അതാണ് നിങ്ങളെ കൂടുതൽ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നേരാനുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം കുറച്ച് കോംപ്ലക്സ് അല്ലെങ്കിൽ കുറച്ചൊരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഐഡിയകളെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ്. അങ്ങനെ ആണെങ്കിൽ അഗ്രി കൊടുക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ക്വസ്റ്റ്യനിൽ എന്തോ കൺഫ്യൂഷൻ വന്നത് ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, അൺമ്യൂട്ട് ചെയ്തിട്ട്. Novel ideas excite you more than simple and straightforward words. അപ്പോൾ എൻ്റെ കേസിൽ ഡിസഗ്രി ആണ്. എനിക്ക് നേരാനുള്ള ക്വസ്റ്റ്യനാണ് ഇഷ്ടം. പിന്നെ അടുത്തത്, യു യൂഷ്വലി ഫീൽ മോർ പെർsuaded by what resonates emotionally with you than by factual agreements. പറയുന്നത് നമുക്ക് നമ്മളെ ലൈഫിൽ കൂടുതൽ എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഫാക്ട് പ്രകാരമായിട്ടുള്ള ആർഗ്യുമെന്റ്സിനെക്കാട്ടും കൂടുതൽ ഇമോഷണൽ ലെവലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പം ദേഷ്യം വരിക അല്ലെങ്കിൽ സങ്കടം വരിക, ഒരാളിപ്പം ഒരു ഫാക്ട് പരമായിട്ടൊരു ആർഗ്യുമെന്റ്, ഒരു ഇന്ന ഈ കണ്ടന്റ് അല്ലെങ്കിൽ നമ്പർ കാര്യങ്ങൾ വെച്ച് ഇത്ര നമ്പറുകൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ആള് പറയാണ് ഇങ്ങനല്ല, എത്ര നമ്പർ, അപ്പൊ ആ ഒരാള് പറഞ്ഞ നമ്പർ അല്ല മറ്റേ ആള് പറയുന്നുള്ള രീതിയിൽ ഫാക്ട് അല്ലെങ്കിൽ നമ്പേഴ്സ് അങ്ങനത്തെ ഉപയോഗിച്ചുള്ള ആർഗ്യുമെന്റ്സിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ പെർsuade പെടുന്നത് ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്ത ക്വസ്റ്റ്യനായിരുന്നു. ശരി.
ആ അതന്നെ. നിങ്ങൾക്ക് ഒരാൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് ഫാക്ട് പരമായിട്ടുള്ള ആർഗ്യുമെന്റ്സിനെക്കാട്ടും കൂടുതൽ ഇമോഷണൽ പരമായിട്ടുള്ള ആർഗ്യുമെന്റ്സിന്റെ കാര്യങ്ങളാണെന്നാ പറയുന്നത്. അപ്പം അങ്ങനെ ആണെങ്കിൽ, ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ നമ്പേഴ്സ് ഫാക്ട് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ യുവർ ലിവിങ് ആൻഡ് വർക്കിംഗ് സ്പേസസ് ആർ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ്. പിന്നെ നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ്റെ റിഷാന ഷിഫാന നിങ്ങളവിടെ ഉണ്ടോ? നിങ്ങള് ഇപ്പൊ നേരത്തെ മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ, എന്താണ് മനസ്സിലായത്? You usually feel more persuaded by what resonates emotionally with you than പറഞ്ഞല്ലോ പോലെ തന്നെ. പക്ഷെ നമ്പർ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് ലോജിക്കൽ ആർഗ്യുമെന്റ്സിനേക്കാൾ കൂടുതൽ ഇമോഷണൽ ഞാൻ ഉദ്ദേശിച്ച നമ്പർ, ഞാൻ ഉദ്ദേശിച്ചത് ഫാക്ടുകൾ പൊതുവെ നമ്പറോ അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയുമ്പോൾ ലോജിക്കലി കാര്യങ്ങള് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തിങ്ക് ചെയ്യുമ്പോ ഇമോഷണലി ആണോ അല്ല ലോജിക്കലി ആണോ? അതെ, അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അതായത് ബൈ ഹാർട്ട് ആണോ ബൈ ബ്രെയിൻ ആണോ എന്നുള്ള രീതിയിൽ. നമ്പർ പറഞ്ഞപ്പോ നമ്മള് രണ്ടാളും അപ്പുറത്തും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മള് ചെയ്തത് ഇതായി പോയോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ വായിച്ചപ്പോ എനിക്ക് കൺഫ്യൂഷൻ, ഇതിപ്പോ ഇങ്ങനെ തന്നെ അല്ലേ, അതുകൊണ്ടാണ് കൺഫേം ചെയ്തത്. ഫാക്ച്വൽ പറയുമ്പോൾ ലോജിക്കലി ഇമോഷണൽ രീതി. അതെ മനസ്സിലായി. അത് തന്നെയാണ് ഇതില്. കാരണം നമ്മള് ഇൻറ്റ്യൂട്ടീവ് ആണോ അല്ലെങ്കിൽ പെർസൂസീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതെ, അതിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പൊ അടുത്തത് യുവർ ലിവിങ്. താങ്ക് യു. ഞാനൊന്ന് റീകൺഫേം ചെയ്ത, നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ഞാനിത് കുറച്ച് ദിവസം മുന്നേ ചെയ്തതാ, അതുകൊണ്ടാണ്. കഴിഞ്ഞ ബാച്ച് ചെയ്ത സമയത്ത് ലാസ്റ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് പെട്ടെന്ന് കിട്ടാൻ. പിന്നെ യുവർ ലിവിങ് ആൻഡ് വർക്കിംഗ് സ്പേസസ് ആർ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ്. മീൻസ് നമ്മൾ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി വെക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. എപ്പോഴും നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന, ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ചില സമയത്ത് വൃത്തിയുണ്ട്, ചില സമയത്ത് വൃത്തിയില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ സെൻട്രലിലുള്ള പാർട്ടിൽ ഏതെങ്കിലും കൊടുക്കാം, മീഡിയം ഏതെങ്കിലും. പിന്നെ യു യൂഷ്വലി സ്റ്റേ കാം ഈവൻ അണ്ടർ ലോട്ട് ഓഫ് പ്രഷർ. ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്തും കാമായിട്ട് ഇരിക്കാൻ, കൂളായിട്ട് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് വന്നിട്ട് നമ്മുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ അങ്ങനെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഏത് പ്രഷർ ഉണ്ടെങ്കിലും അത് കാമായിട്ട് സിമ്പിളായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളാണോ എന്നാ ചോദിക്കുന്നത്. ആണെന്നാണ് ഇതിൽ പറയുന്നത്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ ഞാൻ കൊടുക്കുന്ന ആൻസർ നോക്കി കൊടുക്കല്ലേ കേട്ടോ. അല്ല, ചെയ്തവരോടല്ല, ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ തന്നെ കൊടുക്കണേ, എന്നാലേ നമുക്ക് കറക്റ്റ് ഏതാണ് പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളിപ്പം നിങ്ങളെ വർക്കിംഗ് സ്പേസോ അല്ലെ ലിവിങ് സ്പേസോ ഒക്കെ വൃത്തിയില്ലാത്തതാണെങ്കിൽ, അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ പ്രത്യേകമായിട്ട് ഓരോരുത്തരുടെ അടുത്ത് നോക്കുകയും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് അവസാനത്തെ റിസൾട്ട് മാത്രമേ കിട്ടൂ. അപ്പൊ ഞാൻ എന്താ ഓർഗനൈസ് ചെയ്യാതെ വെക്കുന്ന, ക്ലീൻ ആക്കാതെ വെക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നും ക്വസ്റ്റ്യന്റെ ആൻസർ മാറ്റിയതില്ലേ. ഇത് നിങ്ങളെ സെൽഫ് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ എല്ലാവരും ക്വസ്റ്റ്യനും ഓക്കെ അല്ലേ? ഓക്കെ. ഒന്നെങ്കിൽ എന്തെങ്കിലും ഡിസ്കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഒന്ന് പറയണേ, മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഗ്രൂപ്പിലോ. അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തത്, യു ഫൈൻഡ് ദ ഐഡിയ ഓഫ് നെറ്റ്വർക്കിംഗ് ഓർ പ്രൊമോട്ടിംഗ് യുവർ സെൽഫ് ടു സ്ട്രേഞ്ചേഴ്സ് വെരി ഡോണ്ടിങ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, യു ഫൈൻഡ് ദ ഐഡിയ ഓഫ് നെറ്റ്വർക്കിംഗ്. നമ്മള് ചില ആളുകൾ കാണില്ലേ, സ്വയത്തെ പറ്റി പരിചയപ്പെടുത്താനൊക്കെ അങ്ങോട്ട് പോയി പരിചയപ്പെടും. ഇപ്പം അറിയാത്ത ആളുകളാണെങ്കിൽ പോലും അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ.
അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടിങ്, സ്വയത്തെ ഒന്ന് അങ്ങോട്ട് പോയി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ മുന്നിൽ, അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ പോയി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കുറച്ചൊരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അഗ്രി കൊടുക്കുക, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങോട്ട് പോയി പരിചയപ്പെടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഇനി അങ്ങനെ രണ്ടും അല്ലെങ്കിൽ സെൻട്രലിൽ കൊടുക്കുക. ഓക്കെ, അടുത്തത് യു പ്രയോറിറ്റൈസ് ആൻഡ് പ്ലാൻ ടാസ്ക് എഫക്റ്റീവ്ലി, ഓഫൺ കംപ്ലീറ്റിംഗ് ദം ബിഫോർ ദി ഡെഡ് ലൈൻ. എന്തെങ്കിലും ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഓരോന്ന് എപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് ചെയ്ത് തീർക്കുന്ന ഒരാളാണെന്നാ. അല്ലാണ്ട് ചില ആളുകൾ കാണാം ഏറ്റവും ലാസ്റ്റ് നിമിഷത്തെ കൊണ്ടുവച്ചിട്ട് എങ്ങനെക്കോ അത് തട്ടിക്കുട്ടിയായിട്ട് ചെയ്തു തീർക്കും. അങ്ങനത്തെ ആളാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളാണോ എന്നാ ചോദ്യം കേട്ടോ. പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ഡിഗ്രി കൊടുക്കുക, ഡിസഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ രണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സെൻട്രലിൽ എടുക്കാം. പീപ്പിൾ സ്റ്റോർ ഇമോഷൻസ് ദാൻ നമ്പേഴ്സ് ഓഫ് ഡാറ്റ. ഇത് നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലെ പോലുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ള ആളുകളുടെ കഥകളും അതേപോലെ ഇമോഷൻസും ഒക്കെ ആണ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും എന്തിനെക്കാട്ടിലും നമ്പറുകളെ പറ്റിയും അല്ലെങ്കിൽ ഒരു ഡാറ്റനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകളും മനുഷ്യന്മാരുടെ ഇമോഷൻസും കഥകളും ഒക്കെ ആണ് കൂടുതൽ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും അത് ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ഹാർട്ടിലേക്ക് കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ ഔട്ടറായിട്ട് കേൾക്കാൻ പറ്റുക എന്നാ പറയുന്നത്. കൂടുതൽ നമ്പറുകളും കാര്യങ്ങളെക്കാട്ടും കൂടുതൽ. അങ്ങനെ ഉള്ള ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. You like to use organizing tools like schedules and lists. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു ടൈമിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു സ്കെഡ്യൂൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലിസ്റ്റ്, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉദ്ദേശിച്ച ടു ഡു ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇങ്ങനെയുള്ള സ്കെഡ്യൂൾസും ടു ഡു ലിസ്റ്റും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആളാണോ എന്നാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള ആളാണ്, അങ്ങനെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ എഗ്രി കൊടുക്കുക. ഉപയോഗിക്കാറില്ലെങ്കിൽ ഓരോ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അതന്നെ ചെയ്തു തീർക്കുന്നതാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ നോക്കിയിട്ട് ഏതാണോ എഗ്രി ആണോ ഡിസഗ്രി ആണോ നോക്കിയിട്ട്, ഇപ്പോൾ സെൻട്രലിലുള്ള ഏതാണ് ഒരു മീഡിയത്തിലാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. ചില സമയത്ത് ഓർഗനൈസിങ് ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണെങ്കിൽ ഒരു സെൻട്രലിൽ കൊടുക്കുകയും ചെയ്യാം. Even a small mistake can cause you to doubt your overall abilities and knowledge. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ എനിക്ക് മൊത്തത്തിൽ കഴിവുകൾ, എൻ്റെ സ്വന്തത്തിനുള്ള മറ്റുള്ള കഴിവുകളും കൂടി ഒരു സംശയിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടോന്ന്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുമ്പോഴേക്ക് തന്നെ എനിക്കൊന്നിനും കഴിവില്ലേ, മറ്റുള്ളവരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു സംശയം വരുന്ന ആളാണോ എന്നാ ചോദിക്കുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുമ്പോഴേക്ക് ഓവറോൾ ആയിട്ടുള്ള നിങ്ങളെ കഴിവുകളെ പറ്റിയും അറിവിനെ പറ്റിയൊക്കെ ഒരു ഡൗട്ട്, അതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല, എൻ്റെ അറിവ് പ്രോപ്പറായിട്ടല്ല ഉള്ളത് എന്നുള്ളൊരു സംശയം വരുന്ന ആളാണോ. സംശയം വരുന്ന ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, പക്ഷെ വരാത്ത ആളാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അതിനനുസരിച്ച് മീഡിയത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. You feel comfortable just walking up to someone you find interesting and striking up a conversation. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോടൊക്കെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയാണ്, എൻ്റെ പേര് മാജിദ്, നിങ്ങളെവിടാണ്, നമ്മള് ദുബായിലൊക്കെ ഒരാളെ ദൂരത്ത് മലയാളി മനസ്സിലാ, നിങ്ങളുടെ നാട്ടിൽ വിടാ, അങ്ങനെ അങ്ങോട്ട് പോയി ചോദിക്കുന്ന ആളാണോ എന്നാ ചോദിക്കുന്നത്. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളാണോ. വാക്കിംഗ് അപ്പ് ടു സംവൺ യു ഫൈൻഡ്, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളെ തോന്നിക്കഴിഞ്ഞാൽ, ഒരാളൊരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയോ എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടാനുള്ളൊരു, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കംഫർട്ടബിൾ തോന്നുന്ന ആളാണോ എന്നാ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ തോന്നുന്ന ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഇതിൽ ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങളൊരു ഇൻട്രോവേർട്ടഡ് ആളാണോ എക്സ്ട്രോവേർട്ടഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കുറച്ചൊരു ഒതുങ്ങിയിട്ടുള്ള ടൈപ്പ് ആണോ അല്ലെങ്കിൽ
കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനൊക്കെ ഇഷ്ടമുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ യു ആർ നോട്ട് ടു ഇൻട്രസ്റ്റഡ് ഇൻ ഡിസ്കഷൻസ് അബൌട്ട് വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ക്രിയേറ്റീവ് വർക്ക്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ്, ഇപ്പം ആർട്ടിസ്റ്റുകളെ വർക്കുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ചില പെയിന്റിങ്സ് ഒക്കെ അല്ലേ, ചില പെയിന്റിങ്സ് ഒക്കെ നമ്മൾ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ഭയങ്കര റേറ്റുള്ള പെയിന്റിങ്ങുകളായി, ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള സംഭവങ്ങളായി. ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് വർക്ക്സിനെ കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണോ ഇല്ലാത്ത ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ എഗ്രി കൊടുക്കുക. ആണെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണെങ്കിൽ you are not too interested in discussions about various interpretations of കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണെന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. എനിക്കിനെ കൺഫ്യൂഷൻ ആണല്ലോ പഠിച്ചോണെ. ഇത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇപ്പൊ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ പറയുകയും കൂടി ചെയ്യുമ്പോൾ അത് കൺഫ്യൂഷൻ ആയി പോകുന്നതാണ് എന്റെ സംശയം. മനസ്സിലായതും മാറിപ്പോകുന്നോ, ഇയാൾ പറയുന്നത് വേറെ ആണല്ലോ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അടുത്തത്, യു പ്രയോറിറ്റൈസ് ഫാക്ട്സ് ഓവർ പീപ്പിൾസ് ഫീലിങ്സ് വെൻ ഡിറ്റർമിനിങ് എ കോസ് ഓഫ് ആക്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ് അവര്. നിങ്ങള് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളുടെ ഫാക്റ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഫീലിങ്സ് ആണോ നോക്കുക? ഒരാൾക്ക് വിഷമാവോ അല്ലെങ്കിൽ ഒരാളെ ഹേർട്ട് ചെയ്യോ എന്നുള്ള ഒരു ഫീലിംഗ് ആണോ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഫീലിങ്ങുകളെക്കാട്ടും കൂടുതൽ ഫാക്റ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഫീലിങ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾ രണ്ടാളോടാ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ രണ്ടാളിരിക്കുക. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യന്, യു ഓഫൺ allow the day to unfold without any schedule at all. ഒരു സ്കെഡ്യൂൾ, ഒരു ടു ഡു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ വരുന്നോടത്ത് വെച്ച് കാണാൻ വിചാരിച്ചിട്ട് കിടന്നുറങ്ങുക. രാവിലെ എണീച്ച് എന്താ ചെയ്യേണ്ട? രാവിലെ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ കുളിക്കുക, മാറ്റുക, സംസ്കരിക്കുക, പരിപാടികൾ, ഭക്ഷണമൊക്കെ കഴിച്ച് പോവുക എന്നുള്ള രീതിയിലാണോ? അല്ലെങ്കിൽ കറക്റ്റ് ഒരു സ്കെഡ്യൂൾ ചെയ്ത് ഞാനിപ്പോ ഉദ്ദേശിച്ചത്, ഞാനിപ്പം 2 ദിവസം മുന്നേ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. അതിന് ശേഷം തുടങ്ങിയവരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിന്റെ മുന്നേ ഈ ശീലമുള്ള ആൾക്കാരോടാട്ടോ പറയുന്നത്. ടു ഡു ലിസ്റ്റും സ്കെഡ്യൂളുകളൊക്കെ ഉണ്ടാക്കി വെച്ച് ലൈഫ് മുന്നോട്ട് കറക്റ്റ് ഒരു ദിവസം അടുത്ത ദിവസം എങ്ങനെ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ് പ്ലാനോട് കൂടി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പക്ഷെ ഇതിന് പറയുന്നത് യു ഓഫൺ അലോ ദ ഡേ ടു അൺഫോൾഡ് വിത്ത്, ഒരു സ്കെഡ്യൂളും ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, സ്കെഡ്യൂളുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ മീഡിയത്തിലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പോയിന്റിലും കൊടുക്കാം. പിന്നെ അടുത്തത്, സോറി, പിന്നെ ഇവിടെ ലാമി പറയുന്നുണ്ട് ഞാൻ നൂഡിൽസ് കഴിക്കാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത്. ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ നിങ്ങൾ നൂഡിൽസ് കഴിക്കുന്നത്? സോറി കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, യു റെയർലി വെറി അബൌട്ട് വെദർ യു എങ്ങനെ കഴിഞ്ഞോ? ഓക്കെ. ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഓക്കെ. പിന്നെ അടുത്തത് ചോദിക്കുന്നത്, യു റെയർലി വെറി അബൌട്ട് വെദർ യു മേക്ക് എ ഗുഡ് ഇംപ്രഷൻ ഓൺ പീപ്പിൾ യു മീറ്റ്. അപ്പോൾ ഒരാളെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ തന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുമായിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത്, ഡീൽ ചെയ്ത സമയത്ത്
നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് വെറി ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെന്നാണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം ഒരാളെ മീറ്റ് ചെയ്തിട്ട് അയാള് എന്നെപ്പറ്റി എന്തോ മോശം വിചാരിച്ചിട്ടുണ്ടാവോ എന്നുള്ള രീതിയിൽ കുറച്ച് കഴിയുന്ന സമയത്ത് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഇതില്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ആർക്കും കറക്റ്റ് ചെയ്യുക. ആർക്കാണോ അങ്ങനെ തോന്നുന്നത് ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണേ. ഓക്കെ. അപ്പൊ യു റെയർലി വെറി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവർ എന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇതിനെപ്പറ്റി നല്ലതാണോ ചിന്തിച്ചിട്ടുണ്ടാവോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു തോട്ട് പിന്നെ ഒരാളെ മീറ്റ് ചെയ്തതിന് ശേഷം ചിന്തിച്ചിട്ടില്ലെങ്കിൽ എഗ്രി കൊടുക്കുക. ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു എൻജോയ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടീം ബേസ്ഡ് ആക്ടിവിറ്റീസ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ആൾക്കാർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഞാൻ ജസ്റ്റ് അങ്ങനെ ആർക്കെങ്കിലും കറക്റ്റ് മനസ്സിലാക്കാത്ത പറ്റാത്തവരുണ്ടെങ്കിലും വിചാരിച്ചിട്ട് പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലധികം ആൾക്കാർക്കും വായിച്ചാൽ ഒറ്റയടിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ എനിക്കറിയാം. ഒരു കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം നല്ലതെന്ന് അറിയാം. പക്ഷെ എന്നാലൊരു കൺഫ്യൂഷൻ ആർക്കും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യു എൻജോയ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടീം ബേസ്ഡ് ആക്ടിവിറ്റീസ്. ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനെക്കാട്ടും കൂടുതൽ സന്തോഷവും എൻജോയ് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ട് ഒരു ടീം ബേസ്ഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്താണ് സന്തോഷം കിട്ടാറെന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഇപ്പം സ്വന്തമായിട്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു എൻജോയ് എക്സ്പെരിമെന്റിങ് വിത്ത് ന്യൂ ആൻഡ് അൺടെസ്റ്റഡ് അപ്രോച്ചസ്. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയകളോ അല്ലെങ്കിൽ ഗെയിമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പുതിയ കാര്യങ്ങൾ ഇതുവരെ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും അപ്രോച്ച് കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ യെസ് കൊടുക്കുക, എഗ്രി കൊടുക്കുക. അങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് പെട്ടെന്നായിട്ട് അപ്രോച്ച് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അടുത്തത് യു പ്രയോറിറ്റൈസ് ബീങ് സെൻസിറ്റീവ് ഓവർ ബീങ് കംപ്ലീറ്റ്ലി ഹോണസ്റ്റ്. ടോട്ടലി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ചില സമയത്ത് നമ്മൾ ആ സാഹചര്യം നോക്കിയിട്ട് എന്താ പറയാ ആ സാഹചര്യത്തിനനുസരിച്ച് ചെറിയ കളവുകൾ പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ സെൻസിറ്റിവിറ്റി നോക്കിയിട്ടും കൂടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ആളാണെങ്കിൽ എല്ലാ സമയത്തും ടോട്ടലി ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ദാറ്റ് മീൻസ് അങ്ങനെ തീരെ എല്ലപ്പോഴും കളവ് പറയുന്ന ആള് നല്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ ചില സമയത്ത് എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്ന ഒരാൾക്ക് വിഷമാവും എന്നൊക്കെ തോന്നിയാൽ ചില സമയത്ത് വന്നിട്ട് കുഴപ്പമില്ല ഡ്രസ്സ് ഉഷാറായിരിക്കുന്നു എല്ലാം എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് തള്ളി വിടും ചില സമയത്ത്. അങ്ങനത്തെ ആളാണോ ആലോചിക്കുന്നത്. അപ്പൊ സെൻസിറ്റീവ് ആണെങ്കിൽ സെൻസിറ്റീവ് കാര്യങ്ങളോടെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ സമയത്തും സത്യസന്ധമായിട്ട് തന്നെ ആരെങ്കിലും എന്തോ ചോദിച്ചാൽ ഫുഡ് ടേസ്റ്റ് പോലെ ഏതൊരു സൽക്കാരത്തിനൊക്കെ പോയിട്ട് ഫുഡ് രസമായിട്ടെന്ന് ചോദിച്ചാൽ ഒരു രസമില്ല, തൊള്ളയിൽ വെക്കാൻ പറ്റാത്ത ഭക്ഷണമായിരുന്നു അങ്ങനെ അടിച്ച് കത്തിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ, മറ്റുള്ളവരെ വിഷമവും കാര്യം നോക്കാണ്ട് പറയുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ മറ്റുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കുന്ന ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതൊക്കെ ക്ലിയർ തന്നെ അല്ലേ? എല്ലാവരും കവർ ആയല്ലോ അല്ലേ? ഓക്കെ. അടുത്തത് യു ആക്റ്റീവ്ലി സീക്ക് ഔട്ട് ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് നോളജ് ഏരിയാസ് ടു എക്സ്പ്ലോർ. എല്ലാ സമയത്തും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അതേപോലെ പുതിയ നോളജ് അക്വയർ ചെയ്യാനൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ സമയത്തും പുതിയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ആക്റ്റീവ്ലി അതിന് തേടിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണെന്നാണ്.
പറയുന്നത്. അങ്ങനെ ഉള്ള ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ അധികം എല്ലാ സമയത്തും എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനൊന്നും അങ്ങനെ താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ ഡിസഗ്രി കൊടുക്കാം. അതിപ്പോ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അറിവുകളായിക്കോട്ടെ, രണ്ട് കാര്യങ്ങളും തേടിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കാം, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കാം. യു ആർ പ്രോൺ ടു വറിങ് ദാറ്റ് തിങ്സ് വിൽ ടേക്ക് എ ടേൺ ഫോർ ദ വേഴ്സ്. അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ worrying that things will take a turn for the worse. പല സമയത്തും ഞാനിപ്പോ ചെയ്യുന്ന കാര്യം എൻ്റെ എതിരെ തിരിഞ്ഞു വരുമോ എന്നുള്ള രീതിയിൽ ഒരു ടെൻഷൻ അടിക്കുന്ന ആളാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ ഒരു നമ്മളെ യുണീക്നെസ് ഫസ്റ്റും 23 ദിവസത്തെ പ്രാക്ടിക്കൽ ടൂൾസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതിപ്പോ എന്തായിരിക്കും സംഭവം, ഇതിലിപ്പോ എന്തോ കാര്യം ഉണ്ടാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ ഇതിനെ കൊണ്ട് എന്നുള്ള രീതിയിൽ കൂടുതൽ ചിന്തിച്ച്, അല്ല നിങ്ങളൊക്കെ പിന്നെ ഇതില് എന്താ പറയാ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി വന്ന ആൾക്കാരാണല്ലോ അതിൽ. പക്ഷെ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്തവർ അവരിപ്പോഴും ഇതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ എടുത്ത തീരുമാനം തെറ്റിപ്പോവോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കൂടുതൽ നെഗറ്റീവ് പാർട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. പക്ഷെ എല്ലാ സമയത്തും ഇങ്ങനെ നമ്മളെടുത്ത തീരുമാനം നമ്മൾക്കെതിരെ തിരിയോ എന്ന് എല്ലാ സമയത്തും ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്തറിയോ, നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്തതിൽ ആർക്കെങ്കിലും നഷ്ടമായി എന്ന് തോന്നുക അങ്ങനെ എന്തെങ്കിലും തോന്നിയ ആൾക്കാരുണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. നമ്മൾ അന്നത്തെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇപ്പൊ ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നാണോ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണോ തോന്നുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല, തോന്നിയിട്ടുള്ളൂ. ഓക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, താങ്ക് യു. ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ പറയാനും വിഷമം ഉണ്ടെങ്കിൽ നേരിട്ട് മെസ്സേജ് അയച്ചാലും മതിട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. കാരണം ഒരു കാര്യം നമ്മൾ പറയുന്നതെങ്കിലും ഓരോരുത്തർക്കും പല രീതിയിലാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. ചിലപ്പം അവർക്ക് വേറെ തന്നെ, നമ്മളിപ്പോ പേഴ്സണാലിറ്റി പറഞ്ഞ് അതേപോലെ ഇന്റലിജൻസ് പറഞ്ഞപ്പോ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളും ആയിക്കല്ലോ. അപ്പൊ അതിനനുസരിച്ച് ചില ആൾക്കാർ എക്സ്പെക്ടേഷൻസ് ഹൈ ആയിരിക്കുമ്പോ അങ്ങനെ ആകുമ്പോൾ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. അപ്പം ഇതില് യു ആർ ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾക്കെതിരെ തിരിയോ എന്നുള്ള ഒരു ഡൗട്ടോട് കൂടിയുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അങ്ങനെ വലിയ സംശയങ്ങൾ വരാത്ത ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ യു എൻജോയ് സോളിറ്ററി ഹോബീസ് ഓർ ആക്ടിവിറ്റീസ് മോർ ദാൻ ഗ്രൂപ്പ് വൺസ്. സ്വന്തമായിട്ട് ചെയ്ത് തീർക്കേണ്ട രീതിയിലുള്ള സെൽഫ് മാത്രം ഇൻവോൾവ് ആയിക്കൊണ്ടുള്ള ഹോബീസിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിന്? ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിനെക്കാട്ടിലും ഇഷ്ടം. ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിനെക്കാട്ടിലും കൂടുതൽ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില ഹോബീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഗ്രൂപ്പായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ അത് മീഡിയം കാര്യങ്ങളാണ്, അതിനനുസരിച്ച് മാറ്റുകയും ചെയ്യാം. പിന്നെ യു കനോട്ട് ഇമാജിൻ യുവർസെൽഫ് റൈറ്റിംഗ് ഫിക്ഷണൽ സ്റ്റോറീസ് ഫോർ എ ലിവിങ്. നമ്മള് എന്താ പറയാ, ഒരു ഫിക്ഷണൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. ഇപ്പം ഒരു ഓതർ, ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നേ അല്ലാന്ന്. എങ്ങനെ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ട് നമ്മളൊരു വരുമാന മാർഗമായിട്ട് ഒരു ഫിക്ഷണൽ സ്റ്റോറി ഒക്കെ എഴുതുന്ന ഒരാളായിട്ട് നമുക്ക് നമ്മളെ കാണാൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നേ അല്ല എന്നാ പറയുന്നത്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന, എഴുതാനൊക്കെ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. എഴുതാനും അങ്ങനെ ഒരു സ്റ്റോറി റൈറ്റർ ആയിട്ട് തോന്നാത്ത ആളുകളാണെങ്കിൽ എഗ്രി കൊടുക്കുക. സ്റ്റോറി എഴുതാൻ താല്പര്യമുള്ള, ദാറ്റ് മീൻസ് കഥകൾ എഴുതാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഡിസഗ്രിയും,
എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ എഗ്രിയും. പക്ഷേ ഞാൻ രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്, പിന്നെയും മാറ്റിയിട്ട്. എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസഗ്രിയും, എഴുതാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ എഗ്രിയും. ഓക്കെ, ഇപ്പൊ റെഡി. ഞാൻ പറയുന്നത് ഇച്ചിരി കൺഫ്യൂഷൻ ആണ് ചില ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. പിന്നെ അടുത്തത്, you favor efficiency in decisions even if it means disregarding some emotional aspects. You favor efficiency in decisions. ഡിസിഷൻസ് എടുക്കാൻ പെട്ടെന്ന് ഒരു എഫിഷ്യന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെ സർ ഇതും സെയിം ആസ് മറ്റേ ക്വസ്റ്റ്യൻ. അതായത് മറ്റുള്ള ആൾക്കാരെ ഇമോഷണൽ ആസ്പെക്ട് ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഫിഷ്യന്റ്, അതായത് മറ്റൊരാളെ മേ ബി വേദനിപ്പിക്കുമായിരിക്കും, എന്നാലും നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. അതായത് മറ്റൊരാളെ കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കാം, അതാണ് പറയുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുന്നെങ്കിൽ എഗ്രി, അങ്ങനെ എടുക്കാൻ പറ്റും, അതായത് എന്തെങ്കിലും എടുക്കുമ്പോൾ മറ്റുള്ള ആളെയും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസഗ്രി. അതെ 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 നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ മാറ്റി മറിച്ച് ചോദിച്ചു, അതിന് വേറെ വേറെ രീതി ചോദിക്കുന്നു. അതെ 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 അത്ര ഉണ്ട്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാൻ മറ്റുള്ളവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വിഷമവും കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ ഡിസ്റ്റൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഇത് ഇമോഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. സർ, നമ്മുടെ ഇമോഷൻസ് ആണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് ആണോ? മറ്റുള്ളവരുടെ. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒറ്റ മിനിറ്റ്, അത് മറ്റുള്ളവരുടെ കൂടി കൺസിഡർ ചെയ്തെന്നുള്ളതാണ് ഇമോഷണൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോ. ഓക്കെ, യു പ്രിഫർ ടു ഡു യുവർ കോഴ്സ് ബിഫോർ അലൗവിങ് യുവർ സെൽഫ് റിലാക്സ്. നമ്മൾക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതിനിടയിൽ പോയി റെസ്റ്റ് എടുക്കുന്നതിന് പകരം അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളാണ്. യു പ്രിഫർ ടു ഡു യുവർ കോഴ്സ് ബിഫോർ. നമ്മൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾക്ക് ആ എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ടേ നമ്മൾ റെസ്റ്റ് എടുക്കും. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. പിന്നെ നല്ല നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല നല്ല ഇങ്ങനെ ചെയ്ത് തീർക്കുന്ന ആൾക്കാരാണെങ്കിൽ മീഡിയത്തിലോ ഡിസഗ്രിയിലൊക്കെ കൊടുക്കുക. അടുത്തത്, ഇൻ ഡിസഗ്രിമെന്റ്സ് യു പ്രയോറിറ്റൈസ് പ്രൂവിങ് യുവർ പോയിന്റ് ഓവർ പ്രിസർവിങ് ദ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ്. ഇതും മറ്റേ ക്വസ്റ്റ്യന്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് യു പ്രയോറിറ്റൈസ് പ്രൂവിങ് യുവർ പോയിന്റ്. എന്റെ അഭിപ്രായം ശരിയാണ് എന്നുള്ള രീതിയിൽ അത് പ്രൂവ് ചെയ്യാൻ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കും, മറ്റുള്ള ആളുടെ വിഷമോ കാര്യങ്ങളോ കൺസിഡർ ചെയ്യാതെ. അങ്ങനത്തെ ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, അങ്ങനത്തെ ആളല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു യൂഷ്വലി വെയിറ്റ് ഫോർ അതേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ് ഫസ്റ്റ് അറ്റ് സോഷ്യൽ ഗാദറിങ്സ്. അത് നമ്മൾ നേരത്തെ ചോദിച്ചതിന്റെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി വെയിറ്റ് ഫോർ അതേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗാദറിങ്, ഒരു കല്യാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് വേറെ ആൾക്കാരെ പരിചയപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അവർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങോട്ട് പോയി പരിചയപ്പെടുന്നതിന് പകരം ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടട്ടെ എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ട് അങ്ങോട്ട് പോയി അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ യൂഷ്വലി വെയിറ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എഗ്രി കൊടുക്കുക. അങ്ങോട്ട് പോയി പരിചയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. രണ്ടിന്റെ നടുവിലാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കട്ടോ, സെൻട്രലിൽ കൊടുക്കുക. യുവർ മൂഡ് ക്യാൻ ചേഞ്ച് വെരി ക്വിക്ലി. അപ്പം നിങ്ങളെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സങ്കടത്തിലേക്കും ദേഷ്യത്തിലേക്കൊക്കെ മാറാൻ നിമിഷ നേരങ്ങൾ മതി. അങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിൽ ആരും പറയൂലല്ലേ, അങ്ങനെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം 6 പൈസ കൈവൊക്കെ ഉണ്ട്. പെട്ടെന്ന് വിഷമവും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ. ചില ആളുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആയിക്കോട്ടെ. അപ്പൊ അത് അങ്ങനത്തെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ, മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ആൾക്കാരാണെങ്കിൽ
എഗ്രി കൊടുക്കുക, ചേഞ്ച് ആവാത്ത ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു ആർ നോട്ട് ഈസിലി സ്വേഡ് ബൈ ഇമോഷണൽ ആർഗ്യുമെന്റ്സ്. അപ്പം നമ്മുടെ ഇമോഷൻസിനെ എന്താ പറയാ, വേറൊരാൾക്കാർക്ക് വന്നിട്ടേ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ നമ്മളെ ഒരു നിലപാട് മാറ്റാനൊന്നും മറ്റുള്ള ഒരാളുടെ ഇമോഷണൽ ആർഗ്യുമെന്റ്സ് കൊണ്ട് നമുക്ക് പറ്റൂല എന്നുള്ളതാ പറയുന്നത്. അവർക്ക് പറ്റൂല എന്ന്. നമ്മൾ നമ്മളതായിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് എപ്പോഴും നിൽക്കുക. ഇങ്ങനെ തന്നെ അല്ല ഈ ക്വസ്റ്റ്യൻ വരുന്നത്? ഇന്ന് ചെയ്തവർ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അതുകൊണ്ടാണ് ഒരു കൺഫർമേഷന് വേണ്ടി ചോദിക്കാട്ടോ. ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഇമോഷണൽ ആർഗ്യുമെന്റ്സിൽ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുള്ള രീതി. ആരെങ്കിലും ഒന്ന് പറയട്ടെ, രണ്ടാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് സ്വേഡ് എന്ന് പറഞ്ഞ മീനിങ് വരുന്ന മൂവ് ഓൺ എന്നുള്ള ഒരു അർത്ഥാണ്. അതായത് നമുക്കിപ്പോ എന്തേലും ഇപ്പൊ ഒരു ബ്രേക്കപ്പ് പോലെ എന്തേലും അങ്ങനെ എന്തേലും വന്നാൽ തന്നെ നമുക്ക് അതിൽ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മീനിങ്. അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. പറ്റാത്ത എഗ്രി. പെട്ടെന്ന് ഓവർകം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിസഗ്രി. അതെ. ഇപ്പൊ സത്യം പറഞ്ഞാല് ഞാനിവിടെ ടെസ്റ്റ് ചെയ്തിട്ട് വില കൊണ്ട് ക്വസ്റ്റ്യൻ പറയിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ക്വസ്റ്റ്യൻ നല്ല കൺഫ്യൂസിംഗ് ഉണ്ട്. അതല്ല, അതുകൊണ്ടറിയാം ഞാൻ കുറെ ദിവസം മുന്നേ ചെയ്തതാ. ഇപ്പൊ സത്യം പറഞ്ഞാൽ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നിങ്ങളിന്ന് രണ്ടാളും നല്ലോണം ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്തതാണല്ലോ. അപ്പൊ ആൾക്കാർക്കൊക്കെ ഇത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഫെമിലിയർ ആയി. അതുകൊണ്ടാണ് ഏതായാലും അപ്പൊ ഓക്കെ. ഇതിൽ ആർക്കുണ്ടല്ലോ ആ ക്വസ്റ്റ്യനില് മനസ്സിലായിട്ടില്ല. അല്ല ബാക്കിയുള്ളവരൊക്കെ ഓക്കെ അല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. ടു ഡു ലിസ്റ്റ് ഒന്നും ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളെക്കാട്ടിനും അതിന് പകരം ഇതിലിപ്പം പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഏറ്റവും അവസാന നിമിഷത്തിൽ പോയിട്ട് ആ കാര്യം ചെയ്തു തീർക്കുന്ന ആളാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ആളാണെന്നാ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, അങ്ങനത്തെ ആളല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഓൾറെഡി അതിനുള്ള പ്ലാനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഒന്ന് പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു എൻജോയ് ഡിബേറ്റിംഗ് എത്തിക്കൽ ഡിലെമാസ്. ഇത് നമ്മൾ നേരത്തെ നിങ്ങൾ അയച്ചെന്ന ക്വസ്റ്റ്യൻ ആണല്ലേ? അതൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിന്റെ അർത്ഥം? അതായത് ധാർമ്മിക മൂല്യങ്ങൾ പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് കൺഫ്യൂസിംഗ് ആയിരിക്കും. അങ്ങനെയല്ലേ? അതന്നെ സാർ എങ്ങനെയാ പറഞ്ഞത്. അതായത് കൺഫ്യൂസ്, ഇത് ശരിയാണോ ഇത് തെറ്റാണോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ധാർമ്മിക പ്രശ്നങ്ങളിലൊക്കെ ഡിബേറ്റ് സമ്മതിക്കാൻ എൻജോയ് ചെയ്യുന്ന ആൾക്കാര്. അപ്പം അതെന്താന്ന് വെച്ചാൽ ധാർമ്മിക പ്രശ്നങ്ങൾ എന്താന്നാണ് ഇവൾക്ക് ഡൗട്ട് ഉണ്ടായത്. എനിക്ക് ഞാൻ ഉപ്പാനോടെല്ലാം ചോദിച്ചപ്പോ ധാർമ്മിക പ്രശ്നം എന്താ? അത് ധാർമ്മികമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. കറക്റ്റ് ഒരു വേർഡ് ഡെഫിനിഷൻ കിട്ടുന്നില്ല. അതാണ് ചോദിച്ചത്. അതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ധാർമ്മിക പ്രശ്നങ്ങൾ അത് നമുക്ക് ധാർമ്മികം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റിലീജിയൻ ബേസ്ഡ് മോറൽ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂലേ? മോറൽസ് ആൻഡ് എത്തിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മൊറാലിറ്റീസ്. അതെ. അങ്ങനത്തെ കാര്യങ്ങളില് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതിനെ പറ്റി ഡിബേറ്റ് ചെയ്യാൻ, അതിനെ കുറിച്ച് ഇങ്ങനെ വാക്ക് തർക്കങ്ങൾ വാദസംവാദങ്ങൾ നടത്താൻ ഇഷ്ടമുള്ള ആളാണെന്നാ പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ എഗ്രി, ഇഷ്ടമില്ലെങ്കിൽ ഡിസഗ്രി. ഇഷ്ടമുണ്ടെങ്കിൽ എഗ്രി, ഇഷ്ടമില്ലെങ്കിൽ ഡിസഗ്രി. അടുത്തത് യു യൂഷ്വലി പ്രിഫർ ടു ബി അറൌണ്ട് അതേഴ്സ് റദർ ദാൻ ഓൺ യുവർ ഓൺ. അപ്പം കഴിയുന്നിടത്തോളം സമയത്തും മറ്റുള്ള ആളുകളുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം, ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുന്നതിന് പകരം. ഇത് മെയിനായിട്ട് ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ള ആളുകളുടെ കൂടെ ഇങ്ങനെ സമ്മതിക്കാനും അതേപോലെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോകാനും ഇഷ്ടമുള്ള ആണെങ്കിൽ
എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ ഒറ്റക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സമയം ചെലവഴിക്കാൻ ഒറ്റക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഡിസഗ്രി കൊടുക്കുക. You become bored or lose interest when the discussion gets highly theoretical. എന്തെങ്കിലും ഒരു തിയററ്റിക്കൽ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസ്കഷൻസ് ആണെങ്കിൽ പെട്ടെന്ന് ബോറടിക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു താല്പര്യക്കുറവ് പെട്ടെന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അല്ല, ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. തിയററ്റിക്കൽ കാര്യങ്ങളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഡിസഗ്രി കൊടുക്കുക. When facts and feelings conflict, you usually find yourself following your heart. നമ്മളെ ഫീലിങ്സും ഫാക്റ്റുകളും തമ്മിൽ നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഫീലിങ്സ് വേറെയും അതേപോലെ ഫാക്ട് പരമായിട്ട് ചിന്തിക്കുമ്പോൾ വേറെയും ഒരു ഡിസിഷൻ ആണ് വരുന്നതെങ്കിൽ അങ്ങനത്തെ സമയത്ത് നിങ്ങളെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, ഒരു ഗട്ട് ഫീലിംഗ് എന്താണോ അതിനനുസരിച്ച് അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഹാർട്ടിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോണ സമയത്ത് ആർക്കെങ്കിലും എന്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. കാരണം ഞാൻ എല്ലാവരെയും എനിക്ക് ഇവിടെ വ്യൂവിൽ കിട്ടുന്നില്ല, കാരണം അങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻസ് ഫുള്ള് കാണുന്നില്ല, അതുകൊണ്ടാണ്. You find it challenging to maintain a consistent work or study schedule. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ജോലി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം പഠിക്കാനും കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പഠനത്തിലും ജോലിയിലൊക്കെ അങ്ങനത്തെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന ആണെങ്കിൽ യെസ് അഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ യു റെയർലി സെക്കൻഡ് ഗസ് ദ ചോയ്സസ് ദാറ്റ് യു ഹാവ് മെയ്ഡ്. ഓൾറെഡി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നെ ഒരു റീതിങ്ക് പരിപാടി ഇല്ല. എടുത്തതാ, പിന്നെ എന്താ പറയാ, എന്താണ് എന്തോ പറയണ്ടല്ലോ, എടുവാള് കൊടു വെട്ടുന്നു, എന്തോ ഒരു ചൊല്ലി കേൾക്കുന്നുണ്ട്. അതേപോലെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഒരു മാറ്റമില്ല, ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെയും ചിന്തിക്കാറില്ല, രണ്ടാമത് പിന്നെ ആ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടമല്ലാത്ത, റെയർലി വളരെ ചുരുക്കം മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയല്ലേ? റെഡിയാണ്? ഓക്കെ. അടുത്തത് യുവർ ഫ്രണ്ട്സ് വുഡ് ഡിസ്ക്രൈബ് യു ആസ് ലൈഫ്ലി ആൻഡ് ഔട്ട് ഗോയിങ്. നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു, എന്താ പറയാ, എല്ലാ സമയത്തും നല്ല പ്രസരിപ്പോട് കൂടിയുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. You are drawn to various forms of creative expression such as writing. ക്രിയേറ്റീവ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പെയിന്റിങ് പറഞ്ഞ പോലെ തന്നെ എഴുതാനും അങ്ങനത്തെ കാര്യങ്ങൾ, കഥകളോ അല്ലെങ്കിൽ പോയംസോ അല്ലെ എന്തെങ്കിലും സ്വന്തം ലൈഫ് സ്റ്റോറി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഡ്രോൺ ടു എഴുത്ത് വായിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ഈ എഗ്രി കൊടുക്കട്ടോ. അതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ അല്ലേ? Is your choices on objective facts rather than emotional impressions? ഇത് നമ്മളെ മറ്റേ സംഭവം തന്നെ പിന്നെയും തിരിച്ചും മറിച്ചും ചോദിച്ചു അവര്. Is your choices on objective facts? ഇതിൽ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾ പൊതുവെ
ഫാക്റ്റുകൾക്ക് ഒബ്ജക്റ്റീവ് ഫാക്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇമോഷണൽ കാര്യങ്ങളെക്കാട്ടും കൂടുതൽ. ഒരാൾക്ക് വിഷമോ കാര്യങ്ങളോ അങ്ങനത്തെ പകരം ഫാക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. എടുക്കുന്ന സമയത്ത് ഒരു പോയിന്റ് ഉണ്ട് അവിടെ. നമ്മളൊരു ചോയ്സില് നമ്മൾ ഇമോഷണലി ആണോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, ലോജിക്കലി ആണോ? ചോയ്സ് ബേസ്ഡ് ഓൺ ചോയ്സ്. അതെ നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ഏതാണ് കൂടുതൽ എടുക്കാന്നുള്ള രീതിയിൽ. അപ്പം ഫാക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അഗ്രി കൊടുക്കുക, ഇമോഷണൽ കാര്യങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ യു ലൈക്ക് ടു ഹാവ് എ ടു ഡു ലിസ്റ്റ് ഫോർ ഈച്ച് ഡേ. എല്ലാ ദിവസത്തേക്കും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ യു റെയർലി ഫീൽ ഇൻസെക്യൂർ. ഒരു സ്വയത്തെ പറ്റി ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അധികം ഉണ്ടാവാത്ത ഒരാളാണെന്ന് പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരാറുള്ളൂ. അങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരാത്ത ആൾക്കാരാണെങ്കിൽ അഗ്രി കൊടുക്കുക. അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്നാലേ കുറച്ചുകൂടെ മനസ്സിലാവും തോന്നുന്നു ഈ ക്വസ്റ്റ്യനെ. ഏതാണ് യു റെയർലി ഫീൽ ഇൻസെക്യൂർ അല്ലേ? അതെ. നമുക്ക് പല തരത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇൻസെക്യൂരിറ്റി റെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഇത് ശിവാനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ ഇൻസെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പലതരം ചിലപ്പോ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ കാണാൻ ഭംഗിയുണ്ടോ, എനിക്ക് ഒന്നേല് അങ്ങനെ ഒരു അപകർഷതാബോധം. അതല്ലെങ്കിൽ മേ ബി ആൾക്കാരെ കൊണ്ടുള്ള ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാം, ലൈക്ക് കുറച്ച് മാറി നിൽക്കുക. അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി എന്ത് കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി ആവും അതില്. അതെല്ലാം നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. പക്ഷെ അത് റെയർ ആയിട്ട് മാത്രം ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. എല്ലാ കാര്യത്തിലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഇത് സത്യം പറഞ്ഞാലേ ഇതിപ്പോ നമ്മളൊരു ടീം മെമ്പർ പോലെ തസ്നീം ഫൈറൂസമാരെ നിങ്ങൾ വർക്ക് ചെയ്ത് അല്ല നിങ്ങളൊരു എക്സാമ്പിൾ കൂടി പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് കൂടി കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇവരോട് ചോദിക്കാനുള്ള ഇതും ഞാൻ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് എന്താ ഇവരോട് മാത്രം ചോദിക്കുന്നത്, എന്താ സംഭവിച്ചാൽ ഇവര് ഇന്ന് തന്നെ ഇവരത് രണ്ടാളും സിസ്റ്റേഴ്സ് ആണ്. ഇവര് രണ്ടാളും സെഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മള്. പിന്നെ ഇവരുടെ റിഷാനയുടെ ഹസ്ബൻഡ് അതേപോലെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരും ഒക്കെ വലിയ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാരോടും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഒരു നല്ലൊരു റിവിഷൻ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ഓരോട് തന്നെ ചോദിക്കുന്നത്. വിചാരിക്കുന്ന ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ തോന്നണ്ട വിചാരിച്ചിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് യു അവോയ്ഡ് മേക്കിംഗ് ഫോൺ കോൾസ്. പൊതുവെ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം വളരെ കുറവുള്ള ആൾക്കാരാണ്. കഴിയുന്നിടത്തോളം ഫോൺ വിളിക്കുക എന്നുള്ളൊരു സംഭവത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു എൻജോയ് എക്സ്പ്ലോറിങ് അൺഫെമിലിയർ ഐഡിയാസ് ആൻഡ് വ്യൂ പോയിന്റ്സ്. അത് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കുകയാണ്. നമുക്ക് വലിയ പുതുമ അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന ടൈപ്പ് ഓഫ് നോർമൽ ഐഡിയാസ് കാര്യങ്ങളെക്കാട്ടിനും അൺഫെമിലിയർ ആയിട്ടില്ല, അധികം ഫേമസ് ആയിട്ടില്ലാത്ത ഐഡിയകളെ പറ്റിയും പുതിയ പുതിയ ഇന്നോവേഷൻസിനെ പറ്റിയൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ടെക്നോളജി ബേസ്ഡ് ആണെങ്കിലും ഏത് ബേസ്ഡ് ആണെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു ക്യാൻ ഈസിലി കണക്ട് വിത്ത് പീപ്പിൾ യു ഹാവ് ജസ്റ്റ് മെറ്റ്. ജസ്റ്റ് ഒറ്റൊരു പ്രാവശ്യം കാണുമ്പോഴേക്ക് ആളുകളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് മെല്ലെ മെല്ലെ മാത്രമേ ഒരാളോട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആവുന്നുള്ള അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഇവിടെ മെസ്സേജിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, സത്യം പറഞ്ഞാല് ഞാൻ കണ്ടില്ല.
അടുത്തത്, if your plans are interrupted, your top priority is to get back on track as soon as possible. എന്തെങ്കിലും സോറി, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ അത് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ നടുവിൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി അത് ഏറ്റവും പെട്ടെന്ന് ട്രാക്കിൽ കൊണ്ടുവരാൻ, വീണ്ടും ആ ഒരു പ്ലാന് ചെയ്ത രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു അങ്ങനെയുള്ളൊരു ചിന്തയുള്ള ആളാണ്, അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണെന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു പ്ലാന് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്താൽ ഏറ്റവും ആസ് സൂൺ ആസ് പോസിബിൾ അതിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ആണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു ആർ സ്റ്റിൽ ബോതേർഡ് ബൈ മിസ്റ്റേക്സ് ദാറ്റ് യു ഹാവ് മെയ്ഡ് എ ലോങ് ടൈം എഗോ. ഒരുപാട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ചില തെറ്റുകളെ കുറിച്ച് ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കാറും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്ത ഇപ്പോഴും മനസ്സിൽ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഫോർഗീവ്നെസ് ഒക്കെ എഴുതി ഒഴിവാക്കിയ ആൾക്കാരാണ് ഡിസഗ്രി കൊടുക്കുക. അല്ല, ഫോർഗീവ്നെസ് നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ്, നമ്മൾ മുന്നുള്ള കാര്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും ഇപ്പോഴും അങ്ങനത്തെ വിഷമങ്ങൾ പണ്ട് ചെയ്ത തെറ്റുകളെ പറ്റിയൊക്കെ ആലോചിച്ച് വിഷമം ഉണ്ടെങ്കിൽ എഗ്രി കൊടുക്കുക, വിഷമം ഇല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. You are not too interested in discussing theories on what the world could look like in the future. ഭാവിയിൽ ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഇപ്പം നമ്മളിപ്പോ സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയ പോലെ ഇപ്പം നമ്മളിപ്പോ ഒരു പുതിയൊരു വിർച്വൽ റിയാലിറ്റിന്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ നമ്മളെ ലോകത്തിൽ സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരും എന്നുള്ള ഒരുപാട് മുന്നോട്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. അത് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ എഗ്രി കൊടുക്കുക. അങ്ങനെ ഭാവിയിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. നമ്മുടെ വേൾഡ് എങ്ങനെയായിരിക്കും, നമ്മുടെ ഈ ലോകം എങ്ങനെയായിരിക്കും കാണപ്പെടുക കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ യുവർ ഇമോഷൻസ് കൺട്രോൾ യു മോർ ദാൻ യു കൺട്രോൾ ദം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ സ്വന്തത്തിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, പറ്റുന്ന ആൾക്കാരാണ് ഡിസഗ്രി കൊടുക്കുക. നിങ്ങളെ ഇമോഷൻസ് നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് എഗ്രി, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സെൽഫ് കൺട്രോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. When making decisions, you focus more on how the affected people might feel than on what is most logical or efficient. ഇത് പിന്നെ ഇത് തിരിച്ചും മറിച്ചും കറക്കിയും ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ തന്നെ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ ഒരു തീരുമാനം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ എഫക്റ്റോ വരുമോ എന്നുള്ളതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ലോജിക്കൽ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ും കൂടുതൽ മറ്റുള്ള മനുഷ്യന്മാരുടെ ഇമോഷൻസിനും ഫീലിങ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക, അല്ലാത്തവർ ഡിസഗ്രി കൊടുക്കുക. അടുത്തത്, യുവർ പേഴ്സണൽ വർക്ക് സ്റ്റൈൽ ഈസ് ക്ലോസർ ടു സ്പോണ്ടേനിയസ് ബേർസ്റ്റ് ഓഫ് എനർജി ദാൻ ഓർഗനൈസ്ഡ് ആൻഡ് കൺസിസ്റ്റന്റ് എഫേർട്സ്. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ടു ഡു ലിസ്റ്റും സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ വെച്ച് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നതിന് പകരം അപ്പപ്പോ എന്താണോ തോന്നുന്നത് ആ ഒരു നല്ല എനർജി ഉണ്ടെങ്കിൽ അത് അപ്പടിച്ച് ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ അതിങ്ങനെ നീട്ടി വെക്കും. അങ്ങനത്തെ ആ ഒരു ഓരോ നിമിഷത്തിലും എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ രീതിയിൽ അങ്ങ് ചെയ്തു തീർക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് എഫേർട്സ് ആ ഒരു പ്ലാനും കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. കറക്റ്റ് തന്നെയല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ. When someone thinks highly of you, you wonder how long it will take them to feel disappointed in you.
ഒരാളിപ്പോ നമ്മളെ പറ്റി ഇങ്ങനെ നല്ലത് പറയുക അല്ലെങ്കിൽ നമ്മളെ പറ്റി നല്ലത് ചിന്തിക്കുന്നുണ്ടൊക്കെ നമ്മൾ തോന്നിക്കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും, ഇതിപ്പോ എത്ര കാലം ഉണ്ടാവും? ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഇത് ഒക്കെ നേരെ തിരിഞ്ഞ് ഡിസപ്പോയിന്റ്മെന്റിലേക്ക് മാറുമോ എന്നുള്ള രീതിയിൽ ഒരു ചിന്ത ഉള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂപ്പരെ പറ്റി ഡിസപ്പോയിന്റ് ആയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കല്ലി എന്നുള്ള ആൾക്കാരാണെങ്കിൽ അഗ്രി കൊടുക്കുക. അല്ല, ഡിസപ്പോയിന്റഡ് ആവോ എന്നുള്ള കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളെ പറ്റി ഒരു നല്ലത് പറഞ്ഞ ആൾക്കാർ മോശമായിട്ട് പറയുമോ ചിന്തിക്കുന്ന ആൾക്കാർ, പറയുമോ എന്ന് ചിന്ത കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അങ്ങനെ ഇപ്പം ഓലിപ്പം ഇതിനെ പറ്റി കുറച്ച് കഴിയുമ്പോൾ മോശമായിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഡിസഗ്രി കൊടുക്കുക. കറക്റ്റ് അല്ലേ? ഓക്കെ. യു വുഡ് ലവ് എ ജോബ് ദാറ്റ് റിക്വയർസ് യു ടു വർക്ക് അലോൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ഒറ്റക്കിരുന്ന് ജോലി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോലികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഇത് സത്യം പറഞ്ഞാൽ ഒരേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഒരു 10-20 ക്വസ്റ്റ്യനേ ഉണ്ട്. അതിങ്ങനെ പല പല രീതിയിൽ ചോദിക്കാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. യു വുഡ് ലവ് എ ജോബ് ദാറ്റ് റിക്വയർസ് യു ടു വർക്ക് അലോൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ഒറ്റക്കിരുന്ന് ജോലികൾ ചെയ്ത് തീർക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബിന് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഗ്രൂപ്പ് വർക്കിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഡിസഗ്രി കൊടുക്കുക. യു ബിലീവ് ദാറ്റ് പോണ്ടറിങ് അബ്സ്ട്രാക്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇതൊക്കെയാണാല് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസിനെ പറ്റി സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ എന്താണ് നമ്മൾ എന്തിനാ ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഓരോ ജീവജാലങ്ങളും എന്താണ് ഇവിടെ ചെയ്തു തീർക്കുന്നത്, നമ്മുടെ പേർപ്പസ് എന്താണ്, ഇതേപോലെയുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നവർ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അതല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. അങ്ങനെ തന്നെ അല്ലേ? അത് നിങ്ങൾക്കും കൺഫ്യൂഷൻ ആണോ? നിങ്ങൾ എസ് പറയാൻ മടി പോലെ? ഓക്കെ അല്ലേ? ഇതുവരെ ശരിയാണ് കുട്ടേട്ടാ. ഓക്കെ. യു ബിലീവ് ദാറ്റ് പോണ്ടറിങ് അബ്സ്ട്രാക്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചിന്തിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതൊരു സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്ന പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എഗ്രി കൊടുക്കുക. പക്ഷെ അതിൽ പോയിന്റുകൾ ഉണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ ഡിസഗ്രി കൊടുക്കുക. യു ഫീൽ മോർ ഡ്രോൺ ടു ബിസി ബസ്ലിംഗ് അറ്റ്മോസ്ഫിയേഴ്സ് ദാൻ ടു ക്വയറ്റ് ഇന്റിമേറ്റ് പ്ലേസസ്. കൂടുതൽ നിങ്ങൾക്ക് പോകാനും ഇതൊക്കെ ഇഷ്ടം കുറച്ചൊരു എന്താണ് നല്ല ബിസി ആയിട്ടുള്ള ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്തിനെക്കാട്ടും കൂടുതൽ ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മലന്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയിട്ട് ഫ്രീ ആയിട്ട് ഒരു ഗാർഡനിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവിടുത്തെ പക്ഷികളെ കുറിച്ചും അവിടുത്തെ ഫ്ലവേഴ്സിനെ പറ്റി ഇങ്ങനെ കാണുന്നു, ആസ്വദിക്കുന്നു. അത് അങ്ങനത്തെ ഒരു ഇഷ്ടമുള്ള ഈ ബിസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് പ്ലേസസിൽ പോയിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. പിന്നെ ഇഫ് എ ഡിസിഷൻ ഫീൽസ് റൈറ്റ് യു ഓഫൺ ആക്ട് ഓൺ ഇറ്റ് വിത്തൗട്ട് നീഡിങ് ഫർദർ പ്രൂഫ്. ഇപ്പം ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തത് കറക്റ്റ് ആണെന്ന് സ്വയത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെയും പുതിയ എന്താ ഫർദർ മുന്നോട്ട് അത് പ്രൂവ് ചെയ്യാനുള്ള വേറെയും കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ആ തീരുമാനത്തിൽ ഉറച്ച് ആക്ഷനുകൾ എടുക്കും. ആ രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെയും അത് കറക്റ്റ് ആണോ, അത് ഞാൻ ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ പിന്നെയും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഡിസഗ്രി കൊടുക്കുക. യു ഓഫൺ ഫീൽ ഓവർവെൽംഡ്. ഇത് നിങ്ങൾ പറഞ്ഞോളൂ. നമ്മളോട് ചോദിച്ചത് എന്ത് ചോദിച്ചാ?
അതായത് ഭയങ്കര ഓവറൽ ഇങ്ങനെ ഭയങ്കര സന്തോഷം, ഹാപ്പിന്റെ എക്സ്ട്രാ വേർഷൻ, ഭയങ്കര ഹാപ്പിനെസിന്റെ ആനന്ദപുളകിതമാകുന്ന ഫീൽ ചെയ്യുന്ന ആളാണോ? ഓക്കെ 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 ഓക്കെ. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അങ്ങനത്തെ അത് ആൾക്കാർ ഒരു കാരണമില്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഹാപ്പി, വെറുതെയെങ്കിലും ഒരു ഭയങ്കര ഹാപ്പി ആവുന്ന ആളാണോ? വെറുതെ സന്തോഷിക്കാന്നല്ലേ? ആരോ വന്നു നോക്കുന്നുണ്ടല്ലോ. ഉമ്മയാണോ? ഓക്കെ, അത് എഗ്രി കൊടുത്ത്. അല്ല എഗ്രി അല്ലെ, നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന ഏത് നിമിഷത്തിലും സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ, എക്സ്ട്രാ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ യെസ് എഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഡിസഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഇടക്കിടക്ക് സന്തോഷം ഇടക്ക് സങ്കടം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സെൻട്രൽ മീഡിയത്തിൽ കൊടുക്കാം. പിന്നെ യു കംപ്ലീറ്റ് തിങ്സ് മെത്തഡിക്കലി വിത്തൗട്ട് സ്കിപ്പിംഗ് ഓവർ എനി സ്റ്റെപ്സ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അതിങ്ങനെ കറക്റ്റ് ഓർഡർ വൈസ് ഇങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു സ്റ്റെപ്പുകളും മിസ്സാക്കാതെ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഓരോന്ന് എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്ന ആൾക്കാരാണ് എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം നടുവിൽ ചില കാര്യങ്ങളൊന്നും ആവശ്യമില്ല തോന്നിയാൽ അത് സ്കിപ്പ് അടിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഡിസഗ്രി കൊടുക്കുക. തിരിച്ചല്ലേ? തിരിച്ചാണോ? വിത്തൗട്ട്. സോറി. അല്ല അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാനും എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവില്ല, അപ്പൊ ഞാനത് ഒന്നുകൂടെ നോക്കിയത് അല്ലേ, അതൊന്നും പ്രശ്നമില്ല. യു പ്രിഫർ ടാസ്ക് ദാറ്റ് റിക്വയർ യു ടു കം അപ്പ് വിത്ത് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് റാദർ ദാൻ ഫോളോയിങ് കോൺക്രീറ്റ് സ്റ്റെപ്സ്. ഓൾറെഡി ഡിഫൈൻഡ് എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ചെയ്തു തീർക്കുന്നതിന് പകരം സ്വയം ഓരോരോ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളും അല്ലെങ്കിൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനുള്ള ആൻസറുകൾ കണ്ടെത്താനുള്ളൊരു അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ ഓൾറെഡി എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. You are more likely to rely on emotional intuition than logical reasoning when making a choice. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉള്ളെന്നുള്ള നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ, ആ സംസാരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആള് ലോജിക്കൽ റീസണിങ്ങിനെക്കാട്ടും ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാട്ട് കൂടുതൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, അങ്ങനെയുള്ള രീതിയിൽ ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഞാനും ഉദ്ദേശിച്ചതേ നമ്മളെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അത് ചെയ്തോ അല്ലെങ്കിൽ ആ തീരുമാനം ഇങ്ങനെ എടുത്തോ എന്നുള്ള രീതിയിൽ ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ വരുന്ന സമയത്ത് അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. യു സ്ട്രഗിൾ വിത്ത് ഡെഡ് ലൈൻസ്. ഏതെങ്കിലും ഒരു ഡെഡ് ലൈൻ അല്ലെങ്കിൽ എന്തോ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ അത് പൊതുവെ അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റാറില്ല. ആ സമയത്ത് അത് ചെയ്തു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. ബുദ്ധിമുട്ട് വരാത്ത ആൾക്കാരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. യു ഫീൽ കോൺഫിഡൻറ്റ് ദാറ്റ് തിങ്സ് വിൽ വർക്ക് ഔട്ട് ഫോർ യു. ഏത് സമയത്തും നമ്മളെന്തോ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കൊണ്ട് തരും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എഗ്രി കൊടുക്കുക. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്തവരാണെങ്കിൽ ഡിസഗ്രി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ജെൻഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ ഫീമെയിൽ എന്നുള്ള രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. റിസൾട്ട് കൊടുക്കും. NFT ആണല്ലേ? നിങ്ങൾ അയച്ചാൽ ആരോ ഒന്ന് NFT ഉണ്ടല്ലോ. ഇതില് പിന്നെ ഞാന് ഇങ്ങനെ ഇന്ത്യ ശരിക്കും NFT അല്ല വരില്ല. ഞാൻ എല്ലാ ആൻസറും ഇന്ത്യതിനനുസരിച്ചല്ല ചെയ്താറുള്ളൂ.
ആ റിഷാന INFJ ആണല്ലോ അല്ലെ? റിഷാന അതേപോലെ നജീബ്. ഓക്കെ, ഇങ്ങനെ ഇതെന്താ പറയുക, ഓരോരുത്തർക്കും ഒരു കോഡ് കിട്ടിയിട്ടുണ്ടാവും. അതൊന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണേ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അല്ല സ്ക്രീൻഷോട്ടോ ലാപ്പിലാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. അതെല്ലാരും ഒന്ന് ചെയ്യണേ, കാരണം അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ ഞാൻ അയച്ചുതരാം. അതിനെപ്പറ്റി ഇനി ഓരോരുത്തരുമായിട്ട് പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇനി ഇതിലുള്ള കരിയർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കരിയർ ഓപ്ഷൻസും അതേപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ലാമിൻ്റെത്. ലാമി INFJ ആണല്ലേ? ബാക്കിയുള്ളവരൊന്നും അയച്ചില്ലല്ലോ. നമ്മളെ ടീം മെമ്പേഴ്സ് അവിടെ, ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് അവിടെ പോയി. ഖദീജ മാം, നിങ്ങളെ സ്ക്രീൻഷോട്ട് വന്നില്ലല്ലോ. അതേപോലെ വരും. വേറെ ഫോണിലാ ചെയ്തത്. ആ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. റുമൈസിന്റെ വന്നിട്ടില്ലല്ലോ. വായിക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. ആ നാജിന്റെ കഴിയുന്നു. അങ്ങളതും ഇതിനെ പറ്റി തന്നെയാണ് വന്നതല്ലേ. ഇത് ഇനി ആരൊക്കെ ചെയ്യാൻ? റുമൈസ നിങ്ങളെ കോഡ് ഏതാണെന്ന് പറഞ്ഞോ, കോഡ് പറഞ്ഞാൽ മതി. റുമൈസ അയച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളത് ഫാത്തിമ ഫീനൊന്നും ഇല്ല അല്ലേ? പിന്നെ റാഷിദ്, അബ്ദുള്ള, അവരൊന്നും കയറിയില്ല. അൻസാരി, ഫഹദ്, മിൻഹ, ഓക്കെ. അവിടെ ഇരിക്കുന്ന എല്ലായിടത്തും കിട്ടിയില്ലേ? കിട്ടാനുള്ളത് 1 2. ചിലവരൊന്നും പിന്നെ ക്ലാസ് കയറാറില്ല, ഒരു ടൈമിന്റെ പ്രശ്നം കൊണ്ട്. അവരൊക്കെ അധികം റെക്കോർഡിങ് കാണാറാണ്. അതുപോലെ അതിന് ശേഷം ചെയ്തോളാൻ മതി. അപ്പം നമ്മള് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ളതാണ്. INFJ വന്നിട്ടുണ്ട്. ഖദീജ മാം, റിഷാന, ലാമി, നജ INFJ ആണ്. അത് അങ്ങനെയാണ്. നമുക്ക് INFJന്റെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ തന്നെ നോക്കണാക്കാം. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്മുടെ റിപ്പോർട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കണാകട്ടെ. ഞാൻ ഓരോരുത്തർക്കും ഈ റിപ്പോർട്ട് അയച്ചു തരും, ബാക്കിയുള്ളവർക്കൂടെ.
ഇത് ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അത് ഞാൻ ബാക്കിയുള്ളവർ കൂടി റിസൾട്ട് ഒന്ന് അയച്ചാൽ എന്നാ പിന്നെ സോറി. ഇതിൽ ആർക്കെങ്കിലും റിസൾട്ട് വരാത്തതുണ്ടോ? അപ്പൊ ഞാൻ റിസൾട്ട് അയച്ചുതരാത്ത ആരെങ്കിലും ഉണ്ടോ? ഷിഫാന, റിഷാൻ, നിങ്ങളതൊക്കെ ഓൾറെഡി ഞാൻ രാവിലെ അയച്ചു തന്നല്ലോ അല്ലേ? നിങ്ങൾ വൈകുന്നേരം ഉച്ചക്ക് ഞാൻ ചെയ്ത സമയത്ത് ലാമി അയച്ചു, അയച്ചു. ഓക്കെ, ഇത് ഇപ്പൊ എല്ലാവർക്കും റിസൾട്ട് ക്ലിയർ അല്ലേ? എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? ഞാനത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ റിഫ നിങ്ങളത് വന്നില്ലല്ലോ. റിഫി അതിനിടയിൽ കട്ടായി പോയിനോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങള് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഈ വീഡിയോ ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പം ഗ്രൂപ്പിൽ നോക്കിയിട്ടേ ഏതാണ് നോക്കി വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്ത് അയച്ചു തന്നാൽ മതി. ബാക്കിയുള്ളവരതൊക്കെ കിട്ടി. ഓക്കെ ശരി. പിന്നെ ഞാൻ മറ്റേ ഇത് കാണിച്ചു തരാം. എന്തായിരുന്നു ഓപ്പൺ ആക്കാൻ പോയത്? എടുക്കാം. നമ്മൾ ഓൾറെഡി ടൈം കുറച്ച് ലേറ്റ് ആയിരിക്കും. 10 മണി ആയിരിക്കുമല്ലേ? അല്ല, എന്താക്കണോ ഇന്ന് പറയണോ അല്ലെങ്കിൽ നാളെ പറയണോ ബാക്കി? ഞാനേ ജസ്റ്റ് ഒരു ഐഡിയ തരാം. നമ്മൾ റിപ്പോർട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഓൾറെഡി നോക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ നമ്മളെ പറ്റി ഒരു ENFJ എന്നുള്ള എടുക്കുകയാണ് എഴുതാ. ഞാനിപ്പോ ഇതിൽ ENFJ കാണുന്നുണ്ടല്ലോ ഇല്ലേ? ENFJ ദ ടീച്ചർ. നമ്മളെ മറ്റേ റിപ്പോർട്ടിൽ വേറെ പേരാ ഉണ്ടാവുക, പ്രോട്ടഗണിസ്റ്റ് എന്നാണ് പേരുണ്ടാവുക. പക്ഷെ ആ പേരിലല്ല കാര്യം. നമ്മളെ കണ്ടന്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, സെയിം ആണ് ഉണ്ടാവുക. ഇതിൽ പറയുന്നത് എക്സ്ട്രാവേർട്ടഡ്, ഇൻറ്റ്യൂട്ടീവ്, ഫീലിംഗ് ആൻഡ് ജഡ്ജിങ് ആണ് ഈ ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ എക്സ്ട്രാവേർട്ടഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും നേരിട്ട് അങ്ങോട്ട് പോയി കണക്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ. അതേപോലെ നമ്മുടെ എല്ലാ സമയത്തും ഫാക്ട് ബേസ്ഡ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഹാർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ ഫോളോ ചെയ്യുന്ന, ഹൃദയത്തിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ഇവിടെ ട്രാക്ക് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കണം. നമുക്ക് ഓരോരുത്തരും സെപ്പറേറ്റ് ഇരുന്ന് വായിച്ചു നോക്കാം. എല്ലാവരും വേറെ സംഭവങ്ങളാണല്ലോ. ഇതുണ്ടോ? ഇത് ആകെ 2.2% ലോകത്തിൽ 2.2% ആളുകൾക്കാണ്, ജനറൽ പോപ്പുലേഷൻ ആണ് ഈ ഒരു ENFJ പേഴ്സണാലിറ്റി ഉള്ളത്.
ഫേമസ് ENFJs അവിടെ ഓപ്ര വിൻഫ്രേ ഒക്കെ അല്ലേ, വിൻഫ്രേ, മൈക്കിൾ ജോർദാൻ പ്ലെയർ, അതേപോലെ അബ്രഹാം മാസ്ലോ, മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണ് ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. അത് ഇതിൽ ഇങ്ങനെ കൊടുത്തത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. യൂസ് ഇറ്റ് ഇൻ സ്പീക്കിംഗ് ഓഡിയൻസ് rather than in writing. പേഴ്സണാലിറ്റി സ്കിൽസ്, ഇതിലെല്ലാ സംഭവങ്ങളും ഉണ്ടോ, ഹോബീസ് എന്തൊക്കെ ആയിരിക്കും, അതേപോലെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെ ആയിരിക്കും. ഇതിൽ ഹോബീസിൽ പറയുന്നുണ്ട് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനൊക്കെ ഭയങ്കര, സോഷ്യൽ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും, വായിക്കുന്നത് ഇഷ്ടമായിരിക്കും, അതേപോലെ സ്റ്റോറി ടെല്ലിങ് ഇഷ്ടമായിരിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെത് സെയിം തന്നെയാണ് കേട്ടോ. സോഷ്യൽ ഇവന്റ്സ്, റീഡിങ്, ആർട്സ്, റൈറ്റിംഗ്. ആർട്സ് വലിയ ഇതില്ല, പക്ഷെ മ്യൂസിക്, റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. എനിക്കൊരു ഇവന്റ് മാനേജ് ചെയ്യുക, സോഷ്യൽ ഇവന്റ് എന്നൊക്കെ പറഞ്ഞ കല്യാണ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്, സന്തോഷത്തോടെ. എന്നിട്ട് പിന്നെ നമ്മൾ ആ റിപ്പോർട്ടിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കണം, ENFJ സ്ട്രെങ്ത്തുകൾ. ഇതുണ്ടോ, പീസ് കീപ്പിംഗ്, സമാധാനം എപ്പോഴും ഒരു ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും സ്വയത്തിനും സമാധാനം കൊടുക്കുന്ന ആൾക്കാർ. ലീഡർഷിപ്പ് ക്വാളിറ്റി, പെർസസീവ്നെസ്, അതേപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ ആണ് കൂടുതലൊരു എബിലിറ്റി ആയിട്ട് കയറുക. പിന്നെ നമ്മളിതാ ഈ ENFJ കരിയേഴ്സ് എടുത്ത് നോക്കിയാൽ, നമ്മൾ കുറച്ച് താഴോട്ട് പോയാൽ ഇതൊക്കെ വായിച്ചു നോക്കണേ. പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിൽ, ഓരോരോ സെക്ടറിൽ, ഇപ്പം കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസ് സെക്ടറിലാണെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആവാം, അതേപോലെ സോഷ്യൽ വർക്കർ, ഫാമിലി തെറാപ്പിസ്റ്റ്, സ്കൂൾ ഓർ കരിയർ കൗൺസിലർ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണല്ലോ. ENFJക്ക് റെഡിയാണ്. പിന്നെ ഇപ്പം മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ എഡിറ്റർ, ഫോട്ടോഗ്രാഫർ, പബ്ലിക് റിലേഷൻസ്, റിപ്പോർട്ടർ, ഓതർ. ഇത് എന്താ സംഭവം വെച്ചാല് ഓരോ സെക്ടറിലുള്ള കരിയർ ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഈ ENFJ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ഫീൽഡിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അതേപോലെ അങ്ങോട്ട് പോയി സംസാരിക്കാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ അങ്ങനത്തെ ENFJക്കാർക്ക് കൂടുതലുണ്ടാവും. ഇതിപ്പം ഹെൽത്ത് ഉണ്ടോ, ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനർ, അല്ലെങ്കിൽ സയൻസിലാണെങ്കിൽ ഇപ്പം സൈക്കോളജിസ്റ്റ്, പിന്നെ അതേപോലെ ഇപ്പൊ ലോയർ ആവാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ് ENFJ. എല്ലാ പേഴ്സണാലിറ്റിയിലും ഇത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് കുറച്ചൊരു എന്താ പറയാ, റെയർ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പിന്നെ ഉള്ളത് അവരെ റിലേഷൻഷിപ്പിൽ, നിങ്ങളെ പേഴ്സണാലിറ്റി പ്രകാരമുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഏത് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ് കൂടുതൽ മാച്ച് ആവുക, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നത് ഈ 4 പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതിൽ ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഇതിൽ കാണിച്ചിട്ടുള്ള കരിയേഴ്സ് ഉണ്ടല്ലോ, ആ കരിയേഴ്സ് കറക്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഇന്ന കഴിവ് എനിക്കുണ്ട്, ഇന്ന കഴിവ് എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. ഓരോരുത്തർക്ക് നമ്മൾ ഇരുന്നിട്ട് ആ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചതും പിന്നെ നമ്മളെ ഈ റിസൾട്ട് പ്രകാരമുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റ് പ്രകാരമുള്ള കരിയർ ഓപ്ഷൻസ് നോക്കിയെടുത്തിട്ട് അതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏത് നമ്മളെ മനസ്സിൽ തന്നെ തോന്നണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് നമ്മൾ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ട്, ചെറുപ്പത്തിലേ ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. ഇനി സംസാരിച്ചിട്ട് ഇനിയാണ് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് മുന്നോട്ട്. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾക്കിപ്പം ഈ ഒരു കോഡ് കിട്ടിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടണമെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ ഈ കോഡ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഈ കോഡ് അടിക്കുക. നിങ്ങളെ കോഡ് ഏതാണോ കിട്ടിയത്
അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നോ അല്ലെങ്കിൽ MBTI മലയാളം എന്ന് അങ്ങനെ അടിച്ചിട്ട് നിങ്ങളെ കോഡ് അടിച്ചു കൊടുത്താൽ എല്ലാ കാര്യങ്ങളും അതിൽ പറയും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ റിസൾട്ടും വായിക്കുക. എന്നിട്ട് നമ്മൾ എന്തായാലും കൗൺസിലിംഗ് ചെയ്യും. നമ്മളെ മൾട്ടിപ്പിൾ ഇന്റലിജൻസും അതേപോലെ നമ്മളെ പേഴ്സണാലിറ്റി ടെസ്റ്റിലെ റിസൾട്ടും വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരുമായിട്ട് പേഴ്സണൽ കൗൺസിലിംഗ് ചെയ്യും എന്തായാലും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ യൂട്യൂബിൽ MBTI മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട്. അതിപ്പോ ഇംഗ്ലീഷ് ഒക്കെ ഉള്ള ആൾക്കാർ ഇംഗ്ലീഷും എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, MBTI. അല്ലെങ്കിൽ MBTI ഉദ്ദേശിക്കുന്നത് മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഇത് സംബന്ധിച്ചാൽ മയേഴ്സ് ബ്രിഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും ആണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഒരു കപ്പിൾസ് ആണ് ഈ ഒരു ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഒരുപാട് കൊല്ലത്തെ റിസർച്ച് കൊണ്ട് കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് ഈ MBTI പേഴ്സണാലിറ്റിയിൽ പോയിട്ട് ENF ചെയ്യുക. അല്ല, ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള ആ പേഴ്സണാലിറ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഐഡിയ, ഒരു കവർ ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ ആ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ റിപ്പോർട്ട് വായിച്ചാലും മനസ്സിലാവും. അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി. നമുക്ക് എന്തായാലും ഏത് എന്നുള്ളത്, അതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ കൗൺസിലിംഗിൽ കൂടെ സംസാരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഇപ്പം നിങ്ങൾക്ക് എന്താ ഒരു ഫീഡ്ബാക്ക് പറയാനും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ടേ ഉള്ളൂ. വേറെ നമ്മൾ സെഷൻസ് ആയിട്ട് എടുത്തതല്ല. എന്നാലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിട്ടോ എല്ലാവരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്നതൊക്കെ നിനക്കല്ലേ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണ്ടേ. ആരും ഒന്നും മിണ്ടുന്നില്ലേ. റിഫിയൊക്കെ അതാ വായയും പൊത്തി പിടിച്ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ പറയുങ്ങള്. ലാമി ചിരിക്കുന്നതോ കട്ടിക്കുന്നു. ഒന്നുമില്ലല്ലേ ആർക്കും പറയാൻ. ഇന്ന് നമ്മൾ കാര്യം ടോപ്പിക്കുകൾ കവർ ചെയ്തല്ല, ടെസ്റ്റ് നടത്തിയതായതുകൊണ്ട് നമ്മൾക്ക് അതിൽ കാര്യമായിട്ട് പറയാൻ ഉണ്ടാവില്ല എന്നറിയാം. ജസ്റ്റ് ചോദിച്ചെന്നല്ലോ. ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് ബാക്കിയുള്ളത് നിങ്ങൾ ഇതൊന്ന് കാണണേ, വീഡിയോ ഒന്ന് ഒന്ന് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയോ. 1-2 വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. നമ്മളെ എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസും അതേപോലെ മയേഴ്സ് ബ്രിഗ്സും പേഴ്സണാലിറ്റിയും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വലൈക്കും അസ്സലാം. ഇപ്പൊ എല്ലാരും വായ തുറന്നിട്ടോ. നേരത്തെ ഒന്നും പറഞ്ഞില്ലേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.